ഹലോ ഹായ് ഫ്രണ്ട്സ്, റിച്ച് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിച്ചുട്ടനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ റിച്ചുട്ട വാട നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ലാണ്ട് ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിലേക്ക് പറഞ്ഞപ്പോൾ ഇതേ പോകുന്നു റിച്ചുട്ടൻ. ഗൈസ്, എങ്ങോട്ടാണ് ഈ ഓട്ടം മനസ്സിലായത് നിങ്ങൾക്ക് ഗൈസ്? ഒന്ന് ഓട്ടോറിക്ഷയുടെ മൂല വേണം, മൂല വരെ ആർക്കും കൊടുക്കില്ല കേട്ടോ ഗൈസ്, വല്ലാത്ത ജാതി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും റെഡിയായി നിന്നു. അപ്പോൾ എല്ലാവരും പറയും പൊതുവെ ഗേൾസിനാണ് അണിങ്ങി ഒരുങ്ങി വരാൻ കുറച്ച് ലേറ്റ് ആവുകയെന്ന്. ഇവിടെ നേരെ തിരിച്ചാണ് ഗൈസ്, എന്താ ചെയ്യുക, വല്ലാത്ത ജാതിയില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഹസ്ബൻഡിൻ്റെ ജോലി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ആകാശം കാണാനെല്ലാം ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താട്ടൻ റെഡിയായി വന്ന് ഓട്ടോറിക്ഷയിൽ കയറി സ്റ്റാർട്ടാക്കിയപ്പോൾ റിച്ചിട്ടിനോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാനില്ലാണ്ട് താറ്റൊക്കെ കൊടുത്തിട്ടോ. റിച്ചിട്ട് അമ്മ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പോകുന്നുണ്ടോ, അവന് ചുമ്മാ കളിയാക്കിയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വീട്ടിൽ തോട്ടം ആകെ പൊന്ത പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാട്ടിൽ നിന്നും റോട്ടിലേക്ക് എത്തിയിട്ട് റോട്ടിൽ നിന്ന് അങ്ങ് ടൗണിലേക്ക് എത്തണം കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരേ വിചാരം ഉണ്ടായിരുന്നുള്ളൂ, തിരക്കുണ്ടാവരുതെന്ന്. ഗേറ്റ് കണ്ടപ്പോൾ സമാധാനമായിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു തിരക്ക്. ഇപ്പോൾ തിരക്കില്ല എന്ന് ഉള്ളിലേക്ക് എത്തിയപ്പോൾ കൗണ്ടറിലേക്ക് എത്തിയപ്പോൾ അന്തമുട്ട ഗൈസ്, അവിടെയാണ് ഉറക്കത്തെ തിരക്ക്. അവിടെയും കുറച്ച് നേരം പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒ.പി ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇക്കും കൂടി ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ചു ഒ.പി ടിക്കറ്റ് വാങ്ങി താട്ട റിച്ചിട്ടിനും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയി. ഞാനും ഡോക്ടറെ കാണാനായിട്ട് വേറെ വഴിക്ക് പോയിട്ടോ. ഇപ്പോൾ അത് സെക്യൂരിറ്റിയോട് ഞാൻ ചോദിച്ചു ഇത് എവിടെയാണെന്ന്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് മേലെയാണ് പറഞ്ഞിട്ട് മേലേക്ക് മണ്ടിപ്പാഞ്ഞ് പോയി ഗൈസ്. അവിടെ പോയപ്പോൾ താട്ടനും റിച്ചിട്ടിനും നിൽക്കണ്ടിട്ട് ഡോക്ടറെ കാണിക്കാൻ. അപ്പോൾ അവിടെ അല്ലാന്ന് മനസ്സിലായിട്ട് ഞാൻ താഴത്തേക്ക് പോകുന്നുട്ടോ ഗൈസ്. സെക്യൂരിറ്റിനെ ചതിച്ചു ഗൈസ്. ഓടിപ്പാഞ്ഞ് എത്തിയപ്പോൾ അവിടെ ഇനി ടോക്കൺ നമ്പർ 91 അവിടെ എത്തിയപ്പോൾ 55 ആയിട്ടുള്ളൂ കേട്ടോ ടോക്കൺ നമ്പർ. അവിടെ പോസ്റ്റ് അടിച്ച് നിന്നിട്ടോ ഗൈസ്, വല്ലാത്ത ജാതി. എന്താ ചെയ്യുക, വർത്തമാനം പറയാനും ആരുമില്ല. അതിനുശേഷം താട്ടൻ റിച്ചുട്ടിനെ കാണിച്ചിട്ട് വന്നു. താട്ടൻ പറഞ്ഞു എന്താ ഗുളിക പുറത്താണ്, ഉള്ളിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. പോയിക്കോട്ടെ, അവരിപ്പോൾ ഓട്ടോറിക്ഷയിൽ പോയി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയി. അപ്പം ഞാൻ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നു. അങ്ങനെ 70 ആയി 75 അപ്പോഴേക്കും ഡോക്ടർ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് തൂക്കിയിട്ടൊക്കെ. അതിൻ്റെ ദേഷ്യം വന്നാൽ ഒ.പി ടിക്കറ്റും കയറി താഴോട്ട് പോകുന്നു. നമ്മളിലേക്ക് വീട്ടിലേക്ക് പോകാമല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ട് ഗൈസ്. എന്താ ചെയ്യുക, അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡോക്ടറെ കാണിക്കാൻ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ ഓട്ടോറിക്ഷ എടുക്കാൻ പോയി. പിന്നെ സെക്യൂരിറ്റിക്കാരൻ വന്നു, ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത ക്യാഷ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. അപ്പോൾ റിച്ചുട്ടിന് എന്താ ഏതാന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എന്താ പ്രശ്നം എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ചെറിയൊരു മിനി ബ്ലോഗായിട്ട് കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മറക്കരുത് ഗൈസ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.